വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മളങ്ങനെ ഒരു പുതിയൊരു കിടലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മൾ എന്തായാലും വന്നേക്കണത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മൾ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ഡ്രൈൻ 3D കളൊക്കെ നമ്മളെന്തായാലും അല്ലാത്ത നോർമലായിട്ടുള്ള ഒരു സ്റ്റോറി വീഡിയോ ആയിട്ടാണ് ഗൈസ് ഞാൻ എന്തായാലും വന്നേക്കണത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നെന്തായാലും നമ്മുടെ ഇന്ത്യൻ ഡ്രൈൻ 3D സ്റ്റോറി വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ നാളെ നമ്മുടെ ഇന്ത്യൻ ഡ്രൈൻ 3D വെബ് സീരീസ് വീഡിയോ പറഞ്ഞാൽ എന്തായാലും ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്രെയിലറുകളൊക്കെ ഇന്ന് തന്നെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഷോർട്ടായിട്ട് അതെന്തായാലും ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും നമ്മുടെ അടുത്ത ഒരു വെബ് സീരീസ് എപ്പിസോഡിൻ്റെ ട്രെയിലറുകളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. ഓക്കെ, ഇതിലോട്ട് ആരെങ്കിലും ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ടോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെയാണ്. അതേപോലെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യും. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഈ വീഡിയോസുകളൊക്കെ അപ്പോഴും തന്നെ എന്തായാലും പോയി ഷെയറുകളൊക്കെ ചെയ്യാം. മാക്സിമം നിങ്ങൾ ഇപ്പോഴും എന്നൊക്കെ പോയി ഷെയറുകളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. ഓക്കെ, ഇന്ന് നമ്മളൊരു സ്റ്റോറി വീഡിയോ ആയിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും രാവിലെ തന്നെ ഇവിടെ ചുമ്മാ ബോറടിച്ച് എന്നത്തെ പോലെ ഇരിക്കുകയാണ്. ഓക്കെ, ഇന്നാണെങ്കിൽ പിന്നെ സൺഡേയും കേരളമൊക്കെയാണ്. ഓക്കെ, സൺഡേ ആയതുകൊണ്ടാണ് എനിക്കാണെങ്കിൽ ഇന്നാണെങ്കിൽ വേറെ സ്ഥലത്തോ കാര്യങ്ങളൊന്നും തന്നെ പോകണ്ട. ഞാനാണെങ്കിൽ ഇവിടെ ചുമ്മാ ഇരിക്കുകയാണ് വീട്ടിൽ. ഓക്കെ, നമുക്കെന്തായാലും എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകാമെന്നാണ് ഞാൻ വിചാരിക്കണത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ താറെടുത്തോണ്ട് നമുക്ക് വെളിയിൽ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകാം. ഓക്കെ, ഞാൻ ഇവിടെ താറിൻ്റെ കീ എടുത്തിട്ടുണ്ടോ. ഇത്രയും നേരം ഞാൻ നമ്മുടെ PC-യിൽ GTA 5 കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, GTA 5 കുറേ നേരം ഒന്ന് കളിച്ചോക്കെ, എന്നിട്ടും എനിക്ക് ബോറടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വെളിയിൽ എങ്ങോട്ടെങ്കിലൊക്കെ പോകാം. ഓക്കെ, നമ്മുടെ ഡ്യൂക്ക് 200 ഇവിടെ എന്തായാലും ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നെന്തായാലും താറെടുത്തിട്ടാണ് പോകണം. ഓക്കെ, എന്നും ഡ്യൂക്ക് എടുത്താൽ ശരിയാവില്ലല്ലോ. ഓക്കെ, ഇന്ന് നമുക്ക് വെറൈറ്റിക്ക് താറെടുക്കാം. ഓക്കെ, താറ് പിന്നെ ഓടിക്കാനായിട്ട് ഭയങ്കര സുഖമാണ്. ഓക്കെ, നമ്മുടെ താറ് കേരളമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പം നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും കൈസ് നമ്മുടെ താറെടുത്തിട്ട് പോവാം. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് താറ് കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് താറ് നമുക്ക് ബാക്കൗട്ട് എടുക്കാം. ഇതെന്താ ഇന്ന് റോട്ടിലൊരു വണ്ടിയോ ഒന്നും തന്നെ കാണാനില്ല, എന്താണെന്തോ. ഓക്കെ, ഇന്നിനി വല്ല ഹർത്താലോ വല്ലതും ആണോ. ഓക്കെ, പറയണ പോലെ ഇന്ന് സൺഡേ അല്ലേ. സൺഡേ ആയിട്ട് ഇന്ന് ആർക്കും വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ആൾക്കാർ ആരും തന്നെ ഇവിടെ ഇല്ല. ഓക്കെ, ഇന്ന് സത്യം പറഞ്ഞാൽ അവധിയാണ്. ഓക്കെ, ഇന്ന് സൺഡേ അല്ലേ, ഞാൻ അറിയാതെ ഹർത്താലെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇന്ന് സൺഡേ ആണ്. ഇന്ന് സൺഡേ ആയിട്ട് ആർക്കും ജോലിയും തന്നെ ഇല്ല. അതുകൊണ്ട് ആരും വെളിയിൽ ഇറങ്ങാതെ വീട്ടിൽ TV ഒക്കെ കണ്ട് എൻജോയ് ചെയ്യണമായിരിക്കും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്കൊരു കാര്യം വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ പോയി കഴിക്കാൻ പോകാം. ഓക്കെ, എനിക്കാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നല്ല വിശക്കുന്നുണ്ട്. ഓക്കെ, നമുക്കാണെങ്കിൽ നൈസായിട്ട് എന്നാലും ഏതെങ്കിലും ഒരു ഹോട്ടലിലോട്ട് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ താറ് കൊണ്ട് പിടച്ചുവിടാണ്. ഓക്കെ, ഇവിടെ ഒന്നും തന്നെ ഇല്ലേ, ആരും ഇല്ലേ. ഇതെന്താണ് റോട്ടിലൊന്നും തന്നെ ഇല്ലാത്ത. സാധാരണ ഇവിടെ രാവിലെ കുറേ അപ്പൂപ്പന്മാർ കിടക്കാറുള്ളതാണ്. ഓക്കെ, നമുക്കൊരു കാണിച്ചാൽ ഇവിടെ ആയിട്ടൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലൊരു ക്യാൻറ്റീൻ ഉണ്ട്. ഓക്കെ, അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഓക്കെ, അതല്ല കുറച്ച് അങ്ങ് ടൗണിലോട്ട് കുറച്ച് ഹോട്ടലുണ്ട്. നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ പോവാം. ഫസ്റ്റ് ഇവിടെ കട ഉണ്ടാകും നോക്കട്ടെ. ഓക്കെ, നമ്മളങ്ങനെ ആ ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇറങ്ങി നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇതെന്താണ് ഈ കട അടപ്പാണെന്ന്. സൺഡേ ഒക്കെ ആണെങ്കിലും കടകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചില കടകളൊക്കെ ചിലപ്പോൾ 11 മണി അതേപോലെ തന്നെ ഉച്ചക്കൊക്കെ അല്ലേ തുറക്കണം, അതുകൊണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ഗൈസ് കഴിഞ്ഞ സൺഡേ ഈ കട ഓപ്പൺ ആയിരുന്നു. അത് മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ ഈ കടയുടെ ഓണർ വന്ന് ഓപ്പൺ ആക്കുകയാണ്. 5 മണിക്ക് അയാൾ വന്ന് ഈ കട തുറക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എന്നിട്ടും കട തുറന്നില്ല. എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആയിട്ട് വേറൊരു കടയും കൂടെ ഉണ്ട്, അവിടെയും കൂടെ പോയി നോക്കാം. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ കടകളുണ്ട്. ഓക്കെ, അതുകൊണ്ട് വേറെ പേടിക്കേണ്ട ആവശ്യങ്ങളില്ല. ഓക്കെ, ഇതെന്താണോ ഇന്ന് കടകളൊക്കെ അടപ്പ്. നമുക്ക് നൈസായിട്ട് ഈ കടയിൽ നോക്കാം. ഇതൊരു സൂപ്പർ കടയാണ്. ഓക്കെ, ഈ കടയില്ലേ നോക്കട്ടെ. ഇതെന്താണ് ഇന്ന് എല്ലാ കട അടപ്പാണല്ലോ.
എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാ കടകളും മിക്കവാറും ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും തുറക്കണം ചിലപ്പോൾ. പോരാത്തതിന് ഇന്ന് സൺഡേയും കൂടെയാണ്. ഓക്കെ, പക്ഷേ കഴിഞ്ഞ ആഴ്ച ഈ കടയൊക്കെ തുറന്നതാണ്. അതാണ് ഞാൻ ആലോചിക്കണം എന്താന്ന്. ഇന്ന് ഒരു കടയും തുറന്നിട്ടില്ല കണ്ടാ. പക്ഷെ ഇതെന്താന്ന് സംഭവം അല്ലേ. കണ്ട ഇതെന്ന് വെച്ചാൽ ഒരു വലിയൊരു ഷോപ്പിംഗ് മാൾ പോലത്തെ ഒരു സ്ഥലമാണ്. ഓക്കെ, ഇതൊക്കെ ആണെങ്കിൽ രാവിലെ ഏതാണ് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തുറക്കേണ്ട സാധനമാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ചായ ഫുഡൊക്കെ കഴിക്കാൻ വരുമ്പോൾ ഈ സാധനം തുറന്നിട്ടിരിക്കും. ഇപ്പം മണി 7 മണി എന്നിട്ട് ഒന്നും തുറന്നിട്ടില്ല. ഇന്ന് ഒരു കടയും തുറന്നിട്ടില്ല കണ്ടാ. ഇതൊക്കെ കണ്ടാ കുറേ സ്പെഷ്യലായിട്ടുള്ള മറ്റേ സോഫ്റ്റ്വെയർ കമ്പനികളാണ് ചിലതൊക്കെ കണ്ടാ. ഇതൊന്നും ഓപ്പൺ അല്ല കേട്ടോ ഇന്ന്. അത് എന്താണ് എന്തോ. ഇവിടെ പിന്നെ വലിയൊരു ഹോട്ടലുണ്ട്. ഇത് സത്യം പറഞ്ഞ ഗൈസ് നല്ല നേരത്തെ തുറങ്ങുന്ന സാധനമാണ്. ഇതും തുറന്നില്ല ഇന്ന്. അതെന്താണ് എന്താണെന്ന് ചോദിച്ചത്. എനിക്കാണെങ്കിൽ ഇവിടെ നല്ല വിശക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ ഒരു സാധനം പോലും ഇല്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാം. സൂപ്പർ മാർക്കറ്റിൽ പോയി വല്ല സാധനം. സൂപ്പർ മാർക്കറ്റ് എന്തായാലും തുറന്നിരിക്കും. ഓക്കെ, അത് ഉറപ്പ് തന്നെ. ഓക്കെ, സൂപ്പർ മാർക്കറ്റ് എന്തായാലും ചിലപ്പോൾ തുറന്നായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി കൂടെ പിടച്ച് നേരെ എന്തായാലും സൂപ്പർ മാർക്കറ്റിലോട്ട്. സൂപ്പർ മാർക്കറ്റ് പിന്നെ എൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്തായതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമല്ല. ഓക്കെ, ഇതാണ് സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, നമുക്ക് സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാം. ഇതെന്താണ്. ഓക്കെ, അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലുള്ള പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഗായ്സ് ഇത് ശ്രദ്ധിച്ചാ ഇന്ന് സൂപ്പർ മാർക്കറ്റ് അടവാണല്ലോ. അതെന്താണ്. എന്ത് തേങ്ങയാണിത്. മനുഷ്യരൊന്നും കഴിക്കാനും പറ്റൂലല്ലോ. ഇത് സൂപ്പർ മാർക്കറ്റാണ് അടവാണ്. ഇതെന്താണ് സംഭവം. ഇന്ന് ഒറ്റ വണ്ടികൾ പോലും ഇല്ല. സിറ്റിയിൽ എന്തെങ്കിലും സീനുണ്ടായാ. ഒറ്റ മനുഷ്യരുമില്ല, ഒറ്റ വണ്ടികളിൽ ആരുമില്ല. നമ്മൾ ഒറ്റയ്ക്കാണ് ഇവിടെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നൈസൈഡ് കേസ് നമ്മുടെ ലാമറിനെ വിളിച്ച് ചോദിക്കാം. ഓക്കെ, ഇവിടെ എന്തെങ്കിലും സീനോ വല്ലതും ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി സേഫായിട്ട് നമുക്ക് ഇവിടെ വല്ലതും പാർക്ക് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ വീട് ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുകയല്ലോ, നമുക്ക് അങ്ങോട്ടും കയറ്റി പാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ വീട് ഇത്രയും ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് വല്ല സൂപ്പർ മാർക്കറ്റിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് ലാമറിനെ ഒന്ന് വിളിച്ച് നോക്കാം. ഓക്കെ, ഞാൻ എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ലാമറിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. ലാമറെ ഫോൺ എടുക്കടാ. ഹലോ, എടാ ഫ്രാങ്ക്ലിന്, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ? എന്തോട് കാര്യം? എടാ ലാമറെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. എടാ ലാമറെ, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ന് ഒറ്റ മനുഷ്യരും ഇല്ല, ഒറ്റ വണ്ടികളും ഇല്ല, ഇന്ന് ഒന്നും തന്നെ ഇല്ല. അതുമാത്രമല്ല ഇവിടെയാണെങ്കിൽ ഒറ്റ കടകൾ പോലും തുറന്നിട്ടില്ല. ആ കാര്യം തന്നെടാ ഞാനും പറയാൻ വന്നാ. എടാ ഞാനാണെങ്കിൽ ഒരു കാര്യം പറയാം, പക്ഷേ ഈ കാര്യം കേട്ട് നീ പേടിച്ചോല്ലേ? എന്തടാ? എടാ നമ്മുടെ സിറ്റിയിലാണെങ്കിൽ സോംബി പിടിച്ചടാ. സോംബിയാ? ഓടാ, ഇവിടെ ആണെങ്കിൽ കുറേ ജനങ്ങൾക്കും അതേപോലെ തന്നെ കുറേ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ സോംബി വൈറസ് പിടിച്ച് അവരൊക്കെ സോംബികളായി. അവരെല്ലാവരും കൂടെ അവിടെ സിറ്റി വളഞ്ഞിട്ടുണ്ട്. നിന്റെ വീട് പിന്നെ ആ ഒരു ഏരിയയിലൊക്കെ ആണെങ്കിൽ വലുതായിട്ട് സോംബികളില്ല, പക്ഷെ അവർ അതിവേഗത്തിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ നേരെ ഇന്ത്യ വിട്ട് വല്ല ലോസ് ആൻഡോസിലോ വല്ലതും പോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒരുമിച്ച് പോവാണോ? ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ പെട്ടിയൊക്കെ എടുത്ത് ഞാൻ നേരെ ലോസ് ആൻഡോസിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. എടാ ലാമറെ, എന്തായാലും ഇതെങ്ങനെയാണ് സോംബി വൈറസ് ഇവിടെ വന്നത്? ഇനി നീ എങ്ങാനും കള്ളം പറയണേണ? ഒന്ന് പോടാ അവിടെ നിന്ന്. ഇവിടെ സത്യമായിട്ട് ഇവിടെ നല്ല രീതിക്ക് സോംബികൾ വന്നിട്ടുണ്ട്. നമ്മുടെ കുറേ സ്ഥലങ്ങളൊക്കെ സോംബികൾ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആക്കിയേക്കാണ്. നീ അങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കാം, അല്ലെങ്കിൽ നീ സോംബിയാവും. ഞാൻ ഇവിടെ ഇപ്പോൾ ലോസ് ആൻഡോസിലോട്ട് പോകാനായിട്ട് പോണേ. എടാ നീ വരണമെങ്കിൽ വാ, നമുക്ക് നേരെ എയർപോർട്ടിൽ നിന്ന് പോവാം. ഞാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഏതാണ് ഡ്രസ്സൊക്കെ ഫുള്ളായിട്ട് റെഡിയാക്കി വെച്ച്, നീ എന്നെയും കൂടെ ഒന്ന് വിളിച്ചോണ്ട് പോകൂടാ പ്ലീസടാ. ഞാൻ നിൻ്റെ കൂട്ടുകാരനല്ലേടാ. എടാ ലാമറെ കരണ്ടറാ, ഞാനും കൂടെ വരാടാ. വെയിറ്റ് ഞാൻ ഇവിടെ പിന്നെ പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങട്ടെ. എടാ വെക്കടാ, ഞാൻ പെട്ടെന്ന് വരാടാ. ഓക്കെ കേസ്, ഇവിടെ ഇപ്പോൾ ആകെ സീനായേക്കാണ്. ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മുടെ സിറ്റിയിൽ ഫുള്ളായിട്ട് സോംബി ആയേക്കാണ്. നമുക്കൊരു കാര്യം, നമുക്ക് ഒന്ന് നോക്കണം, ഓടിച്ചെന്ന് നമുക്ക് പോയി നമ്മുടെ പെട്ടിയൊക്കെ അങ്ങ് പോയി എടുത്തിട്ട് വരാം. നമുക്ക് നമ്മുടെ സൂട്ട് കേസ് സാധനങ്ങളൊക്കെ പോയി എടുത്തിട്ട് വരാം. കുറച്ച് സാധനങ്ങളൊക്കെ വേണം, അതുകൊണ്ടാണ്. ഓക്കെ, എല്ലാം പോയി എടുത്തിട്ട് എന്തായാലും വരാം ഈ റൂമിൽ നിന്ന്. പെട്ടെന്ന് എടുക്കട്ടെ.
ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം എന്തായാലും എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ എന്തായാലും ഫുള്ളായിട്ട് സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല എൻ്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട്. ഓക്കെ, അത് മൊത്തം ഞാൻ എടുത്തത്. എൻ്റെ കയ്യിലാണെങ്കിൽ കണ്ടോ, ഒരു പിസ്റ്റലുണ്ട്, AK-47 ഉണ്ട്, അതേപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചറുണ്ട്, അതേപോലെ തന്നെ ഒരു അടിപൊളി ഒരു സ്നൈപ്പറുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലാണ് ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് സ്റ്റിക്കി ബോംബ്സ്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, ഷോർട്ട് ഗൺ ഒരു അങ്ങനത്തെ ഗൺസോ കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ കയ്യിലില്ല. ഓക്കെ, ഗൺ ഷോപ്പിൽ പോയി വാങ്ങാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഗൺ ഷോപ്പൊക്കെ കംപ്ലീറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ പോണ വഴിക്ക് ജസ്റ്റ് നോക്കിയിരുന്നു. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സ്ഥലം വിടാം. ഓക്കെ, ഞാൻ പിന്നെ എൻ്റെ ഡ്യൂക്കിൻ്റെ കീ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്താൽ നമുക്ക് ഈ വണ്ടി ഫസ്റ്റ് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം. ഓക്കെ, എന്തായാലും ഇനി ഈ ഒരു ഏരിയയിലോട്ട് ഇനി വരാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് ചെറിയ സംശയമാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഡ്യൂക്ക് എങ്ങനെയാണ് സേഫായിട്ട് വെക്കണം. ഓക്കെ, നമ്മൾ താറെടുത്തോണ്ട് പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മിക്കവാറും സോംബി ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഈ വീടൊക്കെ മൊത്തത്തിൽ നശിപ്പിച്ച് പണ്ടാറടക്കും. ഓക്കെ, ഓ എന്നാലും കേസ് നമ്മുടെ ഈ ഒരു ഡ്യൂക്ക് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റൂല. ഓക്കെ, അതാണ് ഒരു വിഷമം. ഓക്കെ, നമ്മൾ താറിലാണ് പോകണം. ഓക്കെ, നമ്മൾ കുറേ ആഗ്രഹിച്ചെടുത്തൊരു ഡ്യൂക്കാണ്. ഓക്കെ, എന്തായാലും സോംബി ഇത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വെച്ചത്. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് തിരിച്ച് ഈ വീട്ടിലോട്ട് വരാൻ പറ്റിയാലോ, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ കത്തിച്ചങ്ങ് വിടാം. ഒന്നും നോക്കണ്ട. ഓക്കെ, ഓടിച്ചാടി ഒന്നും നോക്കണ്ട, നേരെ അങ്ങ് പോകും. എൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്, വെപ്പൺസ് എല്ലാം സെറ്റാണ്. ഞാൻ പിന്നെ താറിലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ ഡ്രസ്സൊക്കെ. ഓക്കെ, പെട്ടിയും ബാഗെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളാണെങ്കിൽ പിന്നെ താറെടുത്തോണ്ട് പിടച്ചിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ലാമറിൻ്റെ വീട്ടിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് എങ്ങനെയും ലാമറിനെ രക്ഷിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി കൂടെ പിടച്ച് വിടാം. ഓക്കെ, നമുക്ക് നേരെ ലാമറിൻ്റെ വീട്ടിലോട്ട്. ഓക്കെ, അവൻ്റെ വീട് ആ വില്ലേജിൻ്റെ അവിടെയാണ്. ഓക്കെ, ആ വില്ലേജിലാണ് താമസിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി കൊണ്ട് നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും വില്ലേജിലുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ താറുകളൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ലാമറിൻ്റെ വീടുകളൊക്കെ ഇതിൻ്റെ പുറകെയായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഈ കാണുന്ന റെഡ് വീടാണ് ലാമറിൻ്റെ. ഓക്കെ, ഞാനാണെങ്കിൽ എൻ്റെ ഇടയെ കൂടെ കയറി. ഇവിടെയുള്ള ആൾക്കാരെല്ലാം രക്ഷപ്പെട്ടാണ്. ഇപ്പം മാത്രമായിരിക്കും ഇവിടെ ഉള്ളത്. എടാ ലാമറെ ഒന്ന് ഇറങ്ങി വേടാ, ഓടോ ഫ്രാങ്ക്ലിനോ, നീ വന്നോടോ, എടോടോ ഞാനോ വരണോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് ഇവിടെ ഇപ്പോൾ നമ്മുടെ ലാമറുകളൊക്കെ ഇവിടെ വണ്ടി ഒന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, എടാ ലാമറ നീ എല്ലാം എടുത്തായിരുന്നാ? ഓടോ ഞാൻ എല്ലാം എടുത്തോടോ, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടോ, എൻ്റെ കയ്യിലൊരു സ്വിഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതാണ് ഞാനാണെങ്കിൽ മാരുതിയുടെ ഷോറൂമിലാണെങ്കിൽ സർവീസ് ചെയ്യാൻ കൊടുത്തിരുന്നത്. എനിക്കാണെങ്കിൽ ആ വണ്ടി ഒന്ന് എടുക്കണോടോ പ്ലീസോടോ. നമുക്ക് പെട്ടെന്ന് നേരെ ഇപ്പോൾ മാരുതിയുടെ ഷോറൂമിലോട്ട് പോവാം. ഒന്ന് പോടാ അവിടെ നിന്ന്, ഇനിയിപ്പോൾ ഒരിടം പോകാൻ പറ്റിയൊന്നുമില്ല, ഒന്ന് പോടാ അവിടെ നിന്ന്. ഇനി നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോവാം. ആ വണ്ടിയൊക്കെ പിന്നെ എപ്പോഴെങ്കിലും വന്ന് എടുക്കടാ. എടാ പറ്റൂലടാ, നേരെ നീ മാരുതിയുടെ ഷോറൂമിലോട്ട് പിടച്ചുവിടറാ. എടാ നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകണം. എനിക്ക് എൻ്റെ സ്വിഫ്റ്റ് ഇപ്പം തന്നെ വേണം. പക്ഷേ അത് നേരത്തെ ഒന്ന് എനിക്ക് സർവീസ് ചെയ്യാൻ കൊടുത്താ. പക്ഷേ എനിക്ക് ആ വണ്ടി ഇപ്പം തന്നെ വേണോടാ. എടാ ലാമറൊന്ന് മിണ്ടായിടാ. എടാ ആ വണ്ടിക്കൊന്ന് പറ്റില്ലടാ. നമ്മൾ എന്തായാലും പിന്നെ എപ്പോഴെങ്കിലും വരുമല്ലോ. നമുക്കിപ്പോൾ നേരെ എയർപോർട്ടിലോട്ട് പോകാം. നമുക്ക് എങ്ങനെയെങ്കിലും ഈ നാട് വിടാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളിവിടെ സോംബി അടിച്ച് ചത്തു. എടാ ലാമറ ഒന്ന് മിണ്ടായിരടാ, നമുക്ക് നേരെ ഇപ്പം അങ്ങോട്ട് പോവാം. എടാ ലാമറ ഇതെന്താണ്? ഓ എനിക്കറികൂടാ. എടാ ഫ്രാങ്ക്ലിനെ പണിപ്പാളിയടാ. എടാ ഇവിടെ ഫുള്ള് സോംബികളാണോടാ. എടാ ലാമറ നൈസായിട്ട് പണിപ്പാളിയടാ. എടാ ഇവിടെ ഫുള്ള് സോംബികളാണല്ലോ. എടാ ഇവന്മാരൊക്കെ നമ്മളെടുത്താണല്ലോ പറഞ്ഞ, ഇവന്മാരൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരണല്ലോ. എടാ ഫ്രാങ്ക്ലിനോ നീ എങ്ങനെയെങ്കിലും ഇതിൻ്റെ വെളിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ നോക്കടാ. എടാ നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ വെളിയിൽ നിന്ന് രക്ഷപ്പെടണോടാ, അല്ലെങ്കിൽ ശരിയാവില്ല, അല്ലെങ്കിൽ നമ്മൾ സോംബി അടിച്ച് ചാവൂടാ. എടാ എനിക്ക് നന്നായിട്ട് അറിയാടാ, പക്ഷേ ഈ സോംബികളെല്ലാം നമ്മുടെ പുറകെ വരെയാണല്ലോടാ. എടാ ഫ്രാങ്ക്ലിനോ നീ പറ്റണമല്ലോ മാക്സിമം സോംബികളെ കൊല്ലാൻ നോക്ക്. നമുക്കിവിടെ നിന്ന് പിന്നെ പോകാനായിട്ട് ഇച്ചിരി പണിയാണ്. എടാ ഫ്രാങ്ക്ലിന് നീ എന്താടാ കാണിക്കണ? എടാ നമ്മളിതാ വീട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഗൈസ് ആ ഒരു സോംബിയുടെ ഇടയിൽ നമ്മളെന്തായാലും ഒരു പാടിട്ട് ഗൈസ് നമ്മളെന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ വെളിയിൽ അതിനേക്കാളും സീനാണ്. സോംബികൾ കംപ്ലീറ്റ് നമ്മുടെ സിറ്റി പിടിച്ചെടുത്തേക്കാണ്. എൻ്റെ പൊന്ന് ഗൈസ്, ഇവിടെ കംപ്ലീറ്റ് സോംബിയാണ്. നമ്മളാണെങ്കിൽ എല്ലാ എണ്ണത്തിനെയും പറത്തി അടിക്കുകയാണ്. ഓക്കെ, അല്ലാതെ വേറെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, എടാ ലാമറ പിടിച്ചിരിടാ. അതേപോലെ തന്നെ പിന്നെ ഞാനും ലാമറും കൂടെ റോക്കറ്റ് ലോഞ്ചറൊക്കെ വെച്ച് ഒരുവിധം അടിച്ചാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഓക്കെ, അവിടെ ഇഷ്ടം പോലെ സോംബിക്കാണ്. ആ ഒരു എയർപോർട്ട് കംപ്ലീറ്റ് സോംബിയാണ്. എൻ്റെ അകത്തൊന്നും കയറാനേ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ലാമറും കൂടെ നൈസായിട്ട് വണ്ടി എടുത്തോണ്ട് അവിടെ നൈസായിട്ട് അങ്ങ് രക്ഷപ്പെട്ടു. ഓക്കെ,
നമുക്ക് ചാവാനൊന്നും വയ്യേ. എങ്ങനെയെങ്കിലും ഈ ഒരു ഏതാണ് ഇന്ത്യ വിടണമൊക്കെ. എന്നിട്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് ലോസ് ആൻഡോസിലോട്ട് പോകാനാണ് നമ്മുടെ പ്ലാനൊക്കെ. ലോസ് ആൻഡോസിലോ എങ്ങോട്ടെങ്കിലും പോകെ. നമുക്ക് ജപ്പാനിലെങ്കിലും പോകെ. ജപ്പാനാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഷിൻജാനോ ഉണ്ടോക്കെ. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഷിൻജാനോ അവിടെ ഉണ്ടോക്കെ. അതുകൊണ്ട് പേടിക്കണ്ടോക്കെ. അവിടെ നിന്ന് സീനല്ലേ. ഇന്ത്യ കംപ്ലീറ്റ്ലി സോംബി പിടിച്ചെടുത്തേക്കാണ്. ഓക്കെ, ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ ഫുള്ള് സോംബിയാണ്. ഓക്കെ, കംപ്ലീറ്റ് സോംബികളുടെ കളികളാണ്. ഓക്കെ, നമ്മളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വട്ടം കറങ്ങണം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മുടെ വീടൊക്കെ ഫുള്ള് സോംബി പിടിച്ചെടുത്തെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഫുള്ളുണ്ട് മനുഷ്യരെല്ലാം സോംബിയെ മാറിയിട്ടാണ്. പക്ഷെ ഞാൻ എല്ലാത്തിനെ പാർത്തി അടിക്കുകയാണ്. ഓക്കെ, ഒന്നും നോക്കണല്ലോ, എല്ലാം അതിനെ അങ്ങ് അടിച്ച് നശിപ്പിച്ച് നാമാണക്കല്ലാക്കുകയാണ്. ഓക്കെ, ഈ ഒരു താറിൻ്റെ കാര്യത്തിലൊരു തീരുമാനം. ഇനി ഈ വണ്ടി ഒന്നും ഒരു ഗുണത്തിനും കൊള്ളൂല. ഓക്കെ, നമ്മുടെ വീടിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. അവിടെ ഫുള്ള് സോംബികളാണ്. ഓക്കെ, ഇവിടെ എല്ലാത്തിനെയും പാർത്തി അടിക്കുകയാണ് ഞാൻ. ഓക്കെ, എടാ ഫ്രാങ്ക്ലിന് നമുക്കൊരു ഐഡിയ ചെയ്താലോടാ. എന്താടാ ലാമറേ, ഇനി എന്തെങ്കിലും വഴി ഉണ്ടാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട്? അയ്യോടോ പണി പാളിയടോ, നമ്മളിതാ വണ്ടി ഇത് വീട്. അയ്യോ പണി പാളി. എടാ ഫ്രാങ്ക്ലിനെ ഓടിക്കൂടാ. എടാ ലാമറേ ഓടറാ. എടാ 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 നമ്മുടെ വണ്ടി ഈ സൈസായിട്ട് സ്പാർക്ക് കുടിച്ചടാ. ഇനി ആ വണ്ടി മിക്കവാറും പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. എടാ ഫ്രാങ്ക്ലിനെ ഓടറാ, പെട്ടെന്ന് ഓടറാ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളെന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും സോംബിയുടെ അടുത്ത് നമ്മളങ്ങനെ മാക്സിമം നമ്മളെന്തായാലും രക്ഷപ്പെടാനായിട്ട് നമ്മളെന്തായാലും നോക്കുകയാണ്. ഓക്കെ, പക്ഷെ നമ്മളെ കൊണ്ടാണെങ്കിൽ പറ്റണില്ല. ഈ സോംബികളാണെങ്കിൽ 4 സൈഡിൽ നിന്ന് വരെയാണ്. ഓക്കെ, നമ്മുടെ താറ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, ഈ വണ്ടി ഇപ്പോൾ ആരുടേന്നായിരിക്കും നിങ്ങൾ എന്തായാലും വിചാരിക്കണം. ഇത് നമ്മുടെ നമ്മുടെ ലാമറിൻ്റെ സ്വിഫ്റ്റാണ്. ഓക്കെ, നമ്മളാണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ ഒരു വേറൊരു ബൈക്ക് കേളൊക്കെ ഇരുന്നു. ഓക്കെ, അവിടെയാണ് ഒരു ബുള്ളറ്റ് കേളൊക്കെ ഇരുന്നത്. ആരുടെയോ ഒരു ബുള്ളറ്റാണെങ്കിൽ ഒരു വണ്ടികൾ കണ്ടില്ല, പക്ഷേ ആരുടെയോ ഒരു ബുള്ളറ്റ് ഇരുന്നു. ഓക്കെ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെയൊക്കെ വെച്ചാണ് ആ ഒരു സോംബികളെ നമ്മളെ വണ്ടിയിൽ വെച്ചത് പിടിച്ചത്. ഓക്കെ, അപ്പോൾ അവിടെ ആയിട്ടൊരു ബുള്ളറ്റ് ഇരുന്നത്. ആ ഒരു ബുള്ളറ്റ് എടുത്തുകൊണ്ട് ഞാനും ലാമറും കൂടെ ഒന്നും നോക്കിയില്ല, നേരെ സുസുക്കിയുടെ ഷോറൂമിൽ പോയി. ഓക്കെ, അവിടെ ആണെങ്കിൽ സർവീസ് സെൻറ്ററിൻ്റെ ആ ഏരിയ കംപ്ലീറ്റ് ഇവന്മാരെ അടിച്ച് നശിപ്പിച്ചിട്ടിരുന്നു. ഓക്കെ, ഈ ഒരു സോംബി. ഓക്കെ, പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ലാമറിൻ്റെ സ്വിഫ്റ്റ് കിടന്നിരുന്നു. ഓക്കെ, ഞങ്ങളങ്ങനെ ആ വണ്ടിയുടെ കീ കണ്ടുപിടിച്ച് ആ സ്വിഫ്റ്റ് എടുത്തോണ്ട് നൈസായിട്ട് അങ്ങ് ഓടി രക്ഷപ്പെട്ടു. ഓക്കെ, ആ ബുള്ളറ്റ് എടുത്തോണ്ട് ഒരു വിധം പോലും നമുക്ക് നേരെ പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ആ ബുള്ളറ്റ് കൊണ്ട് പിടച്ച് നമ്മൾ നേരെ സുസുക്കിയുടെ ഷോറൂമിൽ പോയി നമ്മളാണെങ്കിൽ ലാമറിൻ്റെ സ്വിഫ്റ്റ് എടുത്തു. ഓക്കെ, ഈ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ നേരത്തെ പൊട്ടിയിരുന്നു. ആ സോംബി ഫുൾ അടിച്ച് നശിപ്പിച്ചു. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഈ വണ്ടി എടുത്തോണ്ട് വെളിയിലിറങ്ങിയപ്പോൾ അതിനേക്കാൾ സീനായി. ഓക്കെ, സോംബി ഈ വണ്ടി ഫുള്ളായിട്ട് ഇടിച്ച് നശിപ്പിച്ചു. എൻ്റെ 4 ഡോറും പോയി. എടാ ഫ്രാങ്ക്ലിന്, എന്നാലും ഈ സോംബി എൻ്റെ വണ്ടി ഇങ്ങനെയൊക്കെ കളഞ്ഞല്ലോടാ. ഇതിന് നമുക്ക് പ്രതികാരം ചെയ്യണം. നീ ഏത് സോംബി കണ്ടാലും അതിനെ ഇടിച്ച് പരത്തങ്ങ്. ആടെ ലാമറായി. ഈ സോംബികളുടെ കാര്യത്തിലൊക്കെ തീരുമാനമായി. എൻ്റെ എല്ലാമായ ഞാൻ ആഗ്രഹിച്ചു വാങ്ങിച്ച എൻ്റെ മഹീന്ദ്ര താറ് ഈ സോംബിയാറാണ് പോയത്. എടാ ലാമറേ, നമുക്കിനി ആകെയുള്ള ഒറ്റ വഴി മാത്രമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കാണെങ്കിൽ നേരെ ട്രെയിൻ വഴി മാക്സിമം എസ്കേപ്പ് ആവാൻ നോക്കാമോ? ഓടോ, ഇനിയോ അതേ ഉള്ളൂ ആകെയുള്ള വഴി. പക്ഷേ ഈ സ്വിഫ്റ്റ് പോവും, അത് വേറെ കാര്യമാണ്. എടാ ഫ്രാങ്ക്ലിന് നീ എങ്ങോട്ടോ വണ്ടി ഓടിക്കാൻ പോണ? എടാ ആ സൈഡിൽ ഫുള്ള് സോംബി ആയിട്ടാ, അതുകൊണ്ടാണ് ഈ വണ്ടി ഒന്ന് വളച്ചെടുക്കാമെന്ന് വിചാരിച്ചാ. എടാ ഫ്രാങ്ക്ലിൻ്റെ വണ്ടി കൊണ്ട് നേരെ അങ്ങോട്ട് പോടാ. ആടാ, 1 മിനിറ്റ് ആയെന്ന് വണ്ടി ഒന്ന് വെട്ടിച്ച് തിരിക്കട്ടാ, 1 മിനിറ്റ്. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് ഞാൻ ലാമറും കൂടെ എന്തായാലും സ്വിഫ്റ്റും എടുത്തുകൊണ്ട് അങ്ങനെ വെട്ടിച്ചാൽ ഇടേന്ന് ഒരു പാടോട്ട് എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഞങ്ങളാണെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങളാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, നേരെ പാളമൊക്കെ നേരെ കൂടെയാണ് പോകണം. ഇവിടെ പിന്നെ വേറെ ട്രെയിനോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ട്. നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്ന് ഇതെന്താണ്? എടാ ലാമറ് നൈസിലെ പണി പാളിയടാ. എന്തടാ ഫ്രാങ്ക്ലിനെ? എടാ പൊട്ടാ ട്രെയിന് പോയടാ. അയ്യോ പണി പാളിയല്ലോ നൈസായിട്ട്. എടാ എനിക്ക് തോന്നുന്നു ആ ട്രെയിൻ നേരെ പോണത് ലോസ് ആൻഡോസിലും വല്ല ആയിരിക്കും. കാരണം ഒട്ടും സീനില്ലാത്ത അവിടെയാണ്. അതുകൊണ്ട് ഈ ആൾക്കാരെ കൊണ്ട് അങ്ങോട്ടായിരിക്കും ഇവരൊക്കെ പോണ. ആടാ, എനിക്ക് തോന്നുന്നു അങ്ങോട്ടായിരിക്കും. എടാ ലാമറെ ഫ്രണ്ടിൽ നോക്കടാ. എടാ ട്രെയിനടാ. എടാ ഫ്രാങ്ക്ലിനെ നീ ഒന്ന് നോക്കടാ, നേരെ ട്രെയിന് ചേസ് ചെയ്യടാ. ഈ സ്വിഫ്റ്റിനെ കൊണ്ട് പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്നാലും നീ മാക്സിമം നോക്ക്. നമുക്ക് എങ്ങനെയെങ്കിലും ആ ട്രെയിൻ വഴി രക്ഷപ്പെടാം. അല്ലാതെ നടക്കില്ല. അല്ലാതെ ഈ സോംബികളായാലും നമ്മളെ അടിച്ചൊരു പരിവാക്ക്. എടാ നീ ആണെങ്കിൽ വണ്ടി പിടച്ചൂടോ, ഒന്നും നോക്കണ്ട. വണ്ടിക്ക് എന്ത് പറ്റിയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ വണ്ടി എൻ്റെ ഫേവറേറ്റ് ആണ്, അതാണ് സീന്.
എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ വണ്ടി നേരെ ട്രാക്കിന് വട്ടിടറാ. എടാ പോടാ അവിടെ, നീ വണ്ടി തവിട് പൊടിയാവൂലേ? എടാ വണ്ടി തവിട് പൊടി ആവണമെങ്കിൽ ആവട്ടെ, കുഴപ്പമില്ല. ഇതേപോലത്തെ സ്വിഫ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ ഇനിയും. അതേപോലെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ വണ്ടി എങ്ങാനും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എടുക്കാമല്ലോ. എടാ നീ കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് പോ. എടാ ഒരു കാര്യം ചെയ്യും, ഇവിടെ ട്രാക്കിൽ ഈ വണ്ടി എടുത്തിട്ടോ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ട്രെയിനെ നിർത്താൻ നോക്കാം എങ്ങനെയെങ്കിലും. ഈ വണ്ടി പോണെങ്കിൽ പോട്ട്, അല്ല പിന്നെ. എടാ നീ ഇങ്ങനെ ഇടറാ. ഓക്കെ എടാ ഇറങ്ങടാ. എടാ ട്രെയിൻ വരണ്ടാ, ഫ്രാങ്ക്ലിനെ നീങ്ങിക്കടാ. ട്രെയിൻ വരണ്ട. എടാ ഈ വണ്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമാവുമല്ലോടാ. ഈ ട്രെയിൻ നിൽക്കുമോ കോപ്പ്. നിന്നാ മതിയായിരുന്നു. എൻ്റെ പൊന്നെ, വണ്ടി ഒരു വരുമായി, ട്രെയിൻ നിന്നില്ല. പക്ഷേ എടാ നമുക്ക് ഒരിക്കൽ കൂടെ ചേസ് ചെയ്യാടാ, കുഴപ്പമില്ലടാ. വണ്ടിയിട്. നീ ഇട്ട രീതി ശരിയായില്ല. ആടാ അതെന്നടാ, ഇട്ട രീതി ശരിയായില്ല. അത് കുഴപ്പമില്ല, അങ്ങ് ഒരിക്കൽ കൂടെ ട്രെയിനെ ചേസ് ചെയ്യാം. നമുക്ക് അങ്ങോട്ട് വിടാം, അങ്ങോട്ട് വിടാം. ഒന്നും നോക്കട്ടെ, ഇന്ന് ഈ ട്രെയിനിലാണ് നമ്മൾ പോകും. വണ്ടി പോയാലും ഒരു കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ട്രെയിനെ പിടിക്കണം. പക്ഷെ എന്നാലും തന്നെ മഹീന്ദ്ര താർ വയ്യാറ് സോംബി കാരണം. കുഴപ്പമില്ല, നിനക്ക് നിൻ്റെ ഈ കാറ് ഒരിക്കൽ കൂടെ എടുക്കാൻ പറ്റിയല്ലോ. എടാ ഒന്ന് പിടച്ചു വിടറാ, വണ്ടി ഫുള്ളങ്ങ് ചവിട്ടി വിടും. ഒന്നും നോക്കണ്ട, നേരെ റെയിൽവേ ട്രാക്കിൽ ആ ട്രെയിൻ പറഞ്ഞാൽ കറക്റ്റ് ദിശയിൽ തന്നെ നീ കൊണ്ടിടറാ. പലയിടത്തും തെറ്റിയിട്ട് നിന്നെ നോക്കിക്കോടാ, നിൻ്റെ കാര്യം തീർന്നടാ ഫ്രാങ്ക്ലിനെ. എടാ ഞാൻ പറയാം, കുഴപ്പമില്ലടാ, മതിയടാ, ഇത്രയും ദൂരമൊക്കെ മതി. ആ ട്രെയിൻ ഇപ്പോഴത്തേക്ക് ഏകദേശം വരും. എടാ ഇവിടെ മതി. ഓക്കെ എടാ ട്രെയിൻ വരാറാടാ. എടാ ഇറങ്ങി മാറാ, അല്ലേ നമ്മളും കൂടെ ചാവോടാ. മാറിയിക്കടാ, ചിലപ്പോൾ ഈ വണ്ടീന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ട്രെയിൻ ഇപ്പം ഇടിച്ചെൻ്റെ വണ്ടി തവിട് പൊടിയാക്കുമല്ലോ. എൻ്റെ പൊന്നടാവേ, എൻ്റെ വണ്ടി ചതങ്ങി ഇറങ്ങിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ ട്രെയിനിനെ ചേസ് ചെയ്ത് നമ്മളങ്ങനെ ഒരുവിധം എന്തായാലും ഗൈസ് അങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഈ ഒരു ട്രെയിൻ നേരെ പോകണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ലോസ് ആൻഡോസിലാണ്. ഓക്കെ അപ്പോൾ എന്തായാലും ലോസ് ആൻഡോസിലായിട്ടെന്നാലാണ് എന്തായാലും ഈ ഒരു ട്രെയിനുകളൊക്കെ എന്തായാലും പോകണം. നമുക്ക് എന്തായാലും ഇനി അവിടെ പോയി ജീവിക്കാം. ഓക്കെ അല്ലാതെ ഇനി ഇന്ത്യയിലോട്ട് തിരിച്ചുവരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ അതേപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ നോക്കിയാൽ കാണാനിട്ടുണ്ട്, ഇവിടെ ലക്ഷക്കണക്കിന് വണ്ടികളാണെങ്കിൽ ട്രാക്കിൽ കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതൊക്കെ ട്രെയിന് വേണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഈ ഒരു ട്രെയിൻ എല്ലാത്തിനെയും പരത്തി അടിച്ചതായാലും ഓടിക്കുകയാണ്. ഒരെണ്ണത്തിനെ പോലും ബാക്കി വെച്ചില്ല. എന്നുവെച്ചാൽ അത് വെച്ചിട്ടൊന്നും കാര്യമല്ലോ. ഓക്കെ ഫുള്ളായിട്ട് നശിച്ചേക്കാണ്. ഓക്കെ നമ്മുടെ ട്രെയിനാണെങ്കിൽ അതിനെല്ലാത്തിനെയും ഇടിച്ച് പൊളിച്ച് പണ്ടാറടക്കി എന്നാലും പോവുകയാണ്. ഓക്കെ അതേപോലെ തന്നെ അവിടെ ലാബറിൻ്റെ കാറും പോയിട്ടുണ്ട്. ഓക്കെ ആകെ ഫുള്ള് എല്ലാത്തിനെയും ഇടിച്ച് നശിപ്പിച്ച് നമ്മുടെ ട്രെയിൻ സ്പീഡിൽ പിടച്ച് വിടാണ്. ഓക്കെ നമ്മളങ്ങനെ ഫൈനലി അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ പക്ഷെ നമ്മുടെ ഇന്ത്യയും കേരളമൊക്കെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റിയില്ല. നമ്മുടെ ഇന്ത്യയും കേരളമൊക്കെ പോയിട്ടുണ്ട്, ഫുള്ളായിട്ട് സോംബി കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സോംബി അറ്റാക്ക് ചെയ്ത് നമ്മൾ സർവേ ചെയ്ത് രക്ഷപ്പെടാനൊക്കെ ചെയ്യണം. ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഞാൻ എന്തായാലും ഇട്ടത്. ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അപ്പം പുതിയൊരു കിടലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ